ശരി പോലീസ് ശരി ശ്രീ സംവിധാനത്തിൽ ജോർജ് ജോസഫ് ഇനി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നടപടി എടുക്കുമ്പോൾ അറിയിക്കാം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ. അത്ര പ്രയാസമാണോ ഇക്കാര്യത്തിൽ? സർക്കാർ ഒരു വിഷമവൃത്തത്തിൽ നിൽക്കുകയാണോ ശ്രീ ജോർജ് ജോസഫ്? എനിക്ക് അഭിപ്രായമില്ല. ഒരു സർക്കാരിൻ്റെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ആഭ്യന്തരമന്ത്രിക്കും ചീഫ് സെക്രട്ടറി വരെയുള്ളവരെ സസ്പെൻഡ് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നിയമപരമായിട്ട്. ഇവിടുത്തെ നമുക്ക് ഇതിനകത്ത് സാങ്കേതികമായ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇപ്പം വരാൻ പോകുന്നത് 31-ാം തീയതി ഫയർഫോഴ്സ് ഡയറക്ടർ റിട്ടയർ ചെയ്യുമ്പം നെക്സ്റ്റ് മേനായ ഇദ്ദേഹത്തിന് അവിടെ അവർ 1-ാം തീയതി ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. അതിനുമുമ്പ് ഒരു സസ്പെൻഷൻ വന്നില്ലേ 1-ാം തീയതി അവിടെ ചാർജ് എടുക്കും. രണ്ടാമത്തെ കാര്യം, ഈ 20-ാം തീയതി ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്ക്രീനിങ് കമ്മിറ്റി അവിടെ ഉണ്ട്. അപ്പം 1-ാം തീയതി അദ്ദേഹത്തിന് അവിടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റി കൂടി അദ്ദേഹത്തിനെ മെച്ചുറാക്കി അദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം നോക്കി ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ വേണം അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രൊമോഷനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാൻ. അത് 20-ാം തീയതി നടക്കും. അപ്പോൾ 20-ാം തീയതി വരെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ടും ഇവിടെ ഗവൺമെൻറ്റിന് മുമ്പിലോ DGPയുടെ മുമ്പിലോ ഇല്ല. ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഷൗക്കത്ത് അലിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട്. അതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ വേണം എന്നാണ് DGP പറയുന്നത്. പക്ഷേ ഇവിടുത്തെ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ SI, ഒരു പോലീസ് കോൺസ്റ്റബിൾ മുതൽ ഒരു SP വരെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അവർക്കെതിരായിട്ട് ചെറിയ ആരോപണം വന്ന ഒരു പ്രിലിമിനറി റിപ്പോർട്ടിൽ വെച്ച് അങ്ങ് സസ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കോടതിയുടെ അവിടുന്ന് ജാമ്യത്തിൽ ഈ 5 പേരും പോയത്, അവരിപ്പോൾ സസ്പെൻഷനിലാണ്, 5 പേരും പോയവർ കോടതി ജാമ്യം കൊടുത്തിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ 5 പേരും ചെല്ലാൻ പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിടണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പേരും വന്ന് 2 ദിവസം വരെ ചോദ്യം ചെയ്തിട്ട് വിട്ട് അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്തെങ്കിലല്ലേ ജാമ്യത്തിൽ വിടേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ കാരണം അതിനകത്തെ ആ 10 പോലെയുള്ള 5 വെപ്പണ് അത് പോലീസിൻ്റേതല്ല. അത് ആ CCTV ദൃശ്യത്തിൽ നമുക്കറിയാം. അത് ഇവിടുത്തെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ലാത്തിയോ അല്ലെങ്കിൽ ചൂരിലോ അല്ല, അത് പോലീസിൻ്റെ സാധനമല്ല. അങ്ങനെ ഒരു സാധനം സപ്ലൈ ചെയ്തിട്ടില്ല. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ പലയിടത്തും കാണാം. കേരള പോലീസിൽ ആ സാധനമില്ല. ആ സാധനം തൊണ്ടിയായിട്ട് റിക്കവർ ചെയ്യണം. അത് നടന്നില്ല. കാരണം അവരെ കസ്റ്റഡി കൊടുത്തില്ല, കസ്റ്റഡി ഡയറക്ഷനേ വന്നുള്ളൂ. ആ ബെയിൽ ക്യാൻസൽ ചെയ്തിട്ട് അവരെ കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ തൊണ്ടി സാധനം എടുക്കാനൊക്കെ ഉള്ളൂ. 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധി വരുള്ളൂ. അതിനകത്ത് കേസ് ഡയറി കംപ്ലീറ്റ് മാറ്റി അതിനുള്ള എവിഡൻസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഡയറിയിൽ ഇവിടെ തിരിച്ച് അദ്ദേഹം ഇവിടെ വിളിച്ചു വരുത്തി. ADGP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവരെ വിളിച്ചു. ആ 2 SHOമാർ SIമാരെ അവിടെ വിളിച്ചിട്ട് കേസ് ഡയറി എഴുതിയത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ SHOയും ആ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കേസ് ഡയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പം തിരുത്തിയ കേസ് ഡയറി ഇപ്പോൾ ഉണ്ട്. 2 കേസ് ഡയറി ഉണ്ട്. ഒന്ന് ഒറിജിനൽ കേസ് ഡയറി, ഒന്ന് തിരുത്തിയും. തെരേസ ജോസഫിനെ ആയിരുന്നു, ആലപ്പുഴയിലെ SP ആയിരുന്നു, അവരെ അവിടുന്ന് പെട്ടെന്ന് മാറ്റി കാസർഗോഡ് തട്ടി. അവർ സത്യസന്ധമായി കേസിൻ്റെ കാര്യങ്ങൾ കേസ് ഡയറിയിൽ എഴുതിക്കാൻ അവർ തയ്യാറായി. അങ്ങനെ എഴുതി അത് കൃത്യമായിട്ട് പോയി. ആ കേസ് ഡയറിയാണ് ഇവിടെ അജിത് കുമാർ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതിന് അതിനകത്ത് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് മാത്രം മതി. അതിനകത്ത് അതത്ര ശരിയായില്ല, കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ടെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ കാലതാമസം കൂടി നോക്കണ്ടേ ശ്രീ ജോർജ് ജോസഫ്? ജൂൺ 23 റിപ്പോർട്ട് കിട്ടിയതാണ്. ഇത്രയും നാൾ ഇതിൽ വ്യക്തത വരുത്തുവാനുള്ള സമയം കിട്ടിയില്ലേ എന്ന ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ MR അജിത് കുമാറിനെ ഈ സർക്കാരും സംരക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ പറയേണ്ടി വരുമല്ലോ. കാരണം തൊട്ടടുത്ത് തന്നെയാണ് DGP സ്ക്രീനിങ് കമ്മിറ്റി വരുന്നത്. പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ് DGP ആയിട്ട്. അല്ല, അതിനു വേണ്ടി തന്നെയാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സർക്കാരിന് പങ്കുണ്ടോ DGPക്ക് പങ്കുണ്ടോ അത് നമുക്കറിയില്ല. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത ശേഷം മാത്രമേ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1-ാം തീയതിക്ക് ശേഷമേ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അത് ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അലിയെ പോലെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിൻ്റെ സത്യം എഴുതി ഇങ്ങേരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും ഇങ്ങേരാണ് അത് ഇവരെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി ഒരു കേസ് ഡയറി തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ എഗൻസ്റ്റായിട്ട് വരുന്നതാണ്. അദ്ദേഹത്തിന് 10, 15, 16 വകുപ്പിൻ്റെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ADGP. അപ്പോൾ അതിന് പ്രത്യേക FIR എടുക്കേണ്ടി വരും അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ട്. അതുകൊണ്ട് എവിഡൻസ് ട്രൂ ആയ എവിഡൻസ് നശിപ്പിച്ചു. അതിനുശേഷം ഫോൾസ് എവിഡൻസ് കൊടുത്ത് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ആ ഒഫൻഡറെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇങ്ങനെ 100 കണക്കിന് ഞാൻ നോക്കിയപ്പം അതിനകത്ത് ഒഫൻസസ് വന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് വരും.
അത് സർക്കാർ ചെയ്യുകയോ ഇല്ലയോ നമുക്കറിയാം, നമ്മളതിൻ്റെ ഫാക്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച അടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ആ ഇടതുപക്ഷത്തിനെ തള്ളിക്കളഞ്ഞത്. പക്ഷേ അതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. പഞ്ചാബിലൊരു DYSP കിടന്ന ആളായി. അപ്പോൾ സുപ്രീം കോടതി അയാളെ വിളിച്ചു വരുത്തി. ഒരു 2 മാസം ആയുള്ളൂ. നിങ്ങൾ മാടമ്പിത്തരം കാണിക്കരുത്. അവിടെ കിടന്ന് പലരെ അടിച്ചാണ് ഈ പരാതി സുപ്രീം കോടതി വന്നിരിക്കുന്നത്. ആ മാടമ്പിത്തരം ഇന്ത്യയിൽ നടക്കത്തില്ല സുപ്രീം കോടതി ഉള്ളിടത്തോളം കാലം. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് ആ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, നടപടി എടുത്തില്ലെങ്കിൽ ഈ മാറ്റർ ഇവിടെ കൈവിട്ടു പോകും, അത് സുപ്രീം കോടതി വരെ പോകും, അതിന് യാതൊരു സംശയമില്ല. അതിലേക്കാണ് കാര്യം നീങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കേസിലേറി തിരിച്ചുവെച്ച ഒരു ഓഫീസർ, ഏത് IPS എത്ര സീനിയർ ആയാലും ശരി, അവരെ സസ്പെൻഡ് ചെയ്യണ്ടേ, നീതി നടപ്പാക്കണ്ടേ. അത് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പ്രൊമോഷൻ കൊടുത്തോളൂ, അത് അദ്ദേഹം DGP ആയിട്ട് ചാർജ് എടുത്തോളൂ. പക്ഷേ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായ നീക്കം ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടാകും എന്നാണ്. കാരണം മറ്റവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.